നമസ്കാരം. ലോകം മുഴുവൻ ഭാരതത്തിന് മുന്നിൽ കൈകൂപ്പുന്ന കാലം. G7 മുതൽ G20 വരെ ലോകത്തെ ഏത് വൻ ശക്തിയും ഇന്ന് ഇന്ത്യയുടെ വാക്കിന് വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ്. എന്നാൽ ഭാരതത്തിന്റെ ഈ കുതിപ്പിൽ അസ്വസ്ഥരായ ചില ശക്തികൾ വിദേശ മണ്ണിൽ ഗൂഢാലോചന നെയ്യുന്നു. കഴിഞ്ഞ ദിവസം നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ നമ്മൾ കണ്ടത് വെറുമൊരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യമായിരുന്നില്ല. അത് ഭാരതത്തിന്റെ അഖണ്ഡതയെയും അന്തസ്സിനെയും അന്താരാഷ്ട്ര വേദിയിൽ അപമാനിക്കാൻ വിദേശത്തിന്റെ പണവും വാങ്ങി ഇറങ്ങിയ ഒരു സംഘടിത നീക്കം തന്നെയായിരുന്നു. യാതൊരു സംശയവുമില്ല. വെറും 28 വയസ്സുള്ള ആരും അറിയാത്ത ഒരു നോർവീജിയൻ പെൺകുട്ടി. അവൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ആരുടേതാണ്? ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞനായ നരേന്ദ്രമോദിയെ ഒന്ന് പതറിക്കാൻ നോക്കിയവർക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ആ മാധ്യമ പ്രവർത്തകയുടെ അജണ്ട ലോകത്തിന് മുന്നിൽ പൊളിച്ചെടുക്കി. അവൾ ഇറങ്ങിയോടി. എന്തായാലും ആരാണ് ഹെല ലിഞ്ച്? എന്താണ് അവളുടെ ചൈനീസ് ബന്ധം? സിബി ജോർജ് എന്ന മലയാളി നയതന്ത്രജ്ഞൻ എങ്ങനെയാണ് ഭാരതത്തിന്റെ ആത്മാഭിമാനം കാത്തുരക്ഷിച്ചത്? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. കാരണം ഇത് ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്. വിദേശ മണ്ണിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. മെയ് 18 നോർവേയിലെ ഓസ്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ പ്രധാനമന്ത്രിയും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച നടക്കുന്നു. ഉഭയകക്ഷി ബന്ധങ്ങളും വ്യാപാര കരാറുകളും ചർച്ചയാക്കുന്നു. സംയുക്ത പ്രസ്താവനയും കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്നൊരാൾ ആക്രോശിക്കുകയാണ്. ഹെല ലിഞ്ച്. അവൾ ചോദിച്ചത് ലോകത്തെ ഏറ്റവും സ്വതന്ത്രമായ മാധ്യമങ്ങളെ നേരിടാൻ മോദിക്ക് ഭയമാണോ എന്നാണ്. കേൾക്കുമ്പോൾ വലിയ ഹീറോയിസുമായിട്ടൊക്കെ തോന്നാം, പക്ഷേ അതിൻ്റെ ടൈമിംഗ് ശ്രദ്ധിക്കണം. കൃത്യമായി വീഡിയോ പകർത്താൻ ഒരാളെ റെഡിയാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രീ പ്ലാൻഡ് മൂവ് ആയിരുന്നു അത്. പ്രധാനമന്ത്രിയെ പ്രകോപിപ്പിക്കുക, ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പടർത്തുക, അതുവഴി ഇന്ത്യയുടെ ഇമേജ് എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. എന്നാൽ നരേന്ദ്രമോദി എന്ന നേതാവ് ഇത്തരം തരം താഴ്ന്ന നാടകങ്ങളിൽ വീഴുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നവർക്കറിയാം. അദ്ദേഹം പുഞ്ചിരിയോടെ അത് അവഗണിച്ചു. കാരണം സിംഹം കുരയ്ക്കുന്ന നായികളെ തിരിഞ്ഞു നോക്കാറില്ല. നമുക്ക് ഈ പറയുന്ന ഹെലയുടെ പശ്ചാത്തലം എന്തായാലും ഒന്ന് പരിശോധിക്കാം. ദാക്സാവിസൻ എന്നൊരു പത്രത്തിലാണ് അവൾ ജോലി ചെയ്യുന്നത്. നോർവേയിൽ പോലും ആരും ശ്രദ്ധിക്കാത്ത വെറും 14,000 വരിക്കാർ മാത്രമുള്ള ഒരു ചെറിയ പ്രാദേശിക പത്രം. ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര വേദിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് ഈ 28-കാരിക്കുള്ളത്? സത്യം പറഞ്ഞാൽ ഹെല ഒരു മാധ്യമ പ്രവർത്തകയല്ല, മറിച്ചൊരു ആക്ടിവിസ്റ്റ് ആണ്. ഭാരത വിരുദ്ധ ലോബികളുടെ കയ്യിലെ ഒരു ആയുധം മാത്രം. പല NGOകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ലോബി. NGOകളുടെ കാര്യം അറിയാലോ, ഡീപ് സ്റ്റേറ്റ്. അപ്പോൾ അവളെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ വലിയൊരു യുദ്ധം പ്രഖ്യാപിക്കാനാണ് ചിലർ ശ്രമിച്ചത്. പക്ഷേ ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം വെറുതെ ഇരുന്നില്ല. സംഭവം വിവാദമായപ്പോൾ MEA മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് തീരുമാനിച്ചു ഇവൾക്ക് അർഹിക്കുന്ന ഒരു മറുപടി എന്തായാലും നൽകണം. വൈകുന്നേരം നടത്തിയ പ്രസ് ബ്രീഫിംഗിലേക്ക് ഹെലയെ ക്ഷണിച്ചു. പ്രത്യേകം ടാഗ് ചെയ്തുകൊണ്ടാണ് ക്ഷണിച്ചത്. അവിടെ ഇരുന്നത് നമ്മുടെ പാലാക്കാരൻ സിബി ജോർജ് ആയിരുന്നു. ഒരു ഉത്തമ ഭാരതീയൻ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം ലോകത്തിന് അവിടെ കാണിച്ചു കൊടുത്തു. ഹെല വീണ്ടും തന്റെ പതിവ് ഹ്യൂമൻ റൈറ്റ്സ് പല്ലവി പാടി. ഭാരതത്തിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്നായിരുന്നു അവളുടെ പ്രധാനപ്പെട്ട ആരോപണം. അവിടെയാണ് സിബി ജോർജ് എന്ന IFS ഉദ്യോഗസ്ഥൻ അവളുടെ വായടപ്പിച്ചത്. വാട്ട് ഇസ് എ കൺട്രി എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവൾ അന്തം വിട്ടുപോയി. അവൾക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഇല്ലായിരുന്നു. 5000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തെ ജനാധിപത്യം പഠിപ്പിക്കാൻ വന്ന നോർവീജിയൻ പെൺകുട്ടിയോട് ഭാരതത്തിന്റെ നാഗരികതയെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു. പൂജ്യം കണ്ടുപിടിച്ചതും യോഗയും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയതുമെല്ലാം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. 140 കോടി ജനങ്ങളുള്ള വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുള്ള ഇന്ത്യയെക്കുറിച്ച് അവൾക്ക് എന്തറിയാം? ഹെലയ്ക്ക് അവിടെ ഉത്തരം മുട്ടി. അവൾ ഡയറക്റ്റ് ആൻസർ എന്ന് വിളിച്ചു കൂവിയെങ്കിലും വസ്തുതകൾക്ക് മുമ്പിൽ അവൾക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു. ഇറങ്ങി ഓടി അവൾക്കൊന്നും പിന്നീട് മറുപടിയായി പറയാനുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഹെലയുടെ യഥാർത്ഥ മുഖം നോക്കാം. ഈ മാധ്യമ പ്രവർത്തകയുടെ ഭൂതകാലം ചികഞ്ഞവർ ഞെട്ടിപ്പോയി. ചൈനീസ് ഭരണകൂടത്തിന് അനുകൂലമായി ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഹെല. ഭാരതത്തെ എപ്പോഴും ശത്രുവായി കാണുന്ന ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ അവൾ ഓസ്ലോയിൽ എത്തിയത്? സോഷ്യൽ മീഡിയയിൽ ഭാരതീയർ ഒന്നടങ്കം പ്രതികരിച്ചപ്പോൾ അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വരെ പൂട്ടേണ്ടി വന്നു. ഇത് ഭാരതത്തിന്റെ കരുത്താണ്. നമ്മുടെ നേതാവിനെ തൊടാൻ വന്നാൽ 140 കോടി ജനങ്ങൾ തിരിച്ചടിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഹെലയുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അവൾ ഇപ്പോൾ അതിന് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ രാജ്യാന്തര തലത്തിൽ ഭാരതത്തെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്ന് അവൾ മനസ്സിലാക്കിയില്ല. മാത്രവുമല്ല,
നമ്മളിവിടെ പറയുന്നത് നരേന്ദ്രമോദി എന്ന നേതാവിനോട് നമുക്ക് വിധേയത്വം വേണ്ട. പക്ഷെ ഓർക്കണം, അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം ചുറ്റുന്നത് ഇന്ത്യയുടെ ഖ്യാതി വളർത്താനാണ്. ഇന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം നിർത്താൻ പോലും ലോകം മോദിയെ സഹായം തേടുന്നു. ഇത്രയും വലിയൊരു ആഗോള നേതാവിനെതിരെ ഇത്തരത്തിലുള്ള നിസ്സാരമായ ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നത് തന്നെ അസംബന്ധമാണ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം നോക്കി ഇന്ത്യയെ വിലയിരുത്താൻ വരുന്നവർ ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കുക. ആ ഇൻഡെക്സ് തയ്യാറാക്കുന്നത് തന്നെ പാശ്ചാത്യ അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യം ലോകത്ത് മറ്റൊരിടത്തും ലഭിക്കുന്നില്ല. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയാൽ, നിങ്ങൾ ഉത്തരം കിട്ടാൻ വേണ്ടി പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് വിദേശ ശക്തികളുടെ ചാരന്മാരായി പ്രവർത്തിക്കുന്നവർക്ക് മോദി സർക്കാർ കൃത്യമായ മറുപടി നൽകുന്നുമുണ്ട്. ഹെലാൽ ഇഞ്ചിനെ പോലെയുള്ളവർ ശ്രമിക്കുന്നത് ഭാരതത്തിന്റെ സംസ്കാരത്തെയും ജനാധിപത്യത്തെയും തകർക്കാനാണ്. വെള്ളക്കാരൻ പറഞ്ഞാൽ മാത്രം ശരിയാകുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഭാരതം അത് മാറ്റിമറിച്ചു. സിബി ജോർജ് നൽകിയ മറുപടി കേവലം ഒരു GK ക്ലാസ് അല്ല, അത് ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഒരു ഹെലാൽ ഇഞ്ചിനും അവകാശമില്ല. അവൾക്ക് കിട്ടിയത് ലോകം മുഴുവൻ കണ്ടു നിൽക്കുന്ന നാണക്കേടാണ്. മോദിക്ക് കിട്ടിയത് ലോകത്തിന്റെ കയ്യടിയും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഹെലാൽ ഇഞ്ച് വെറും ഒരു നിഴൽ മാത്രമാണ്. അവളെ നിയന്ത്രിക്കുന്ന യഥാർത്ഥ ശക്തികൾക്ക് ഭാരതത്തിന്റെ വളർച്ചയിൽ അസൂയയാണ്, യാതൊരു താല്പര്യവുമില്ല. അവർ കാത്തു നിൽക്കുന്നത് നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയാണ്. അവർ ഇനിയും ഇത്തരം നാടകങ്ങളുമായി വീണ്ടും വരും. പക്ഷേ അവർ ഒരു കാര്യം ഒന്ന് ഓർക്കണം, ഇത് പുതിയ ഭാരതമാണ്. അടികൊണ്ടാൽ തിരിച്ചടിക്കാൻ അറിയാവുന്ന ഭാരതം. നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിനെ ലോകത്തിന് മുന്നിൽ മോശക്കാരനാക്കാൻ നോക്കിയവർക്ക് ഓസ്ലോയിൽ കിട്ടിയത് ഒരു വലിയ പാഠമാണ്. ഭാരതത്തെയും അതിൻ്റെ നേതാവിനെയും അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഹെലയുടെ പതനമെന്ന് പറഞ്ഞത്. അവിടെ ഇറങ്ങി ഓടിയത് അവർക്കുള്ള മറുപടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കരുതുന്നു? ഹെലാൽ ഇഞ്ച് ഒരു മാധ്യമ പ്രവർത്തകയാണോ അതോ വിദേശ ചാരയാണോ? സിബി ജോർജ് നൽകിയ മാസ് മറുപടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭാരതത്തെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ നമുക്ക് തന്നെ ഒന്നിച്ചു നിന്നേ തീരൂ. എന്നാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.